ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സാമ്പാർ പരിപ്പ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കടയിൽ കിട്ടുന്ന പോലത്തെ ലഡു എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. സിമ്പിളാണ്. എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. നമ്മൾ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിനായിട്ട് നമ്മൾ 1 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ ഇത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കുതിർക്കണം, എന്നാൽ മാത്രമേ നല്ലതുപോലെ അരഞ്ഞ് കിട്ടത്തുള്ളൂ. നമ്മൾ ഈ അരിപ്പയിൽ മാറ്റി വെച്ചാലും ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് തോരാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് വെള്ളമെല്ലാം പോയതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാവുള്ളൂ. അപ്പം നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ ഒന്ന് അരയണം. അപ്പം നമ്മുടെ പരിപ്പെല്ലാം ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കളറിന് വേണ്ടി നമ്മൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് കുറേശ്ശെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട. നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് ഒന്നുകൂടി പൊടിച്ചതിന് ശേഷമാണ് നമ്മളിത് ലഡുവായിട്ട് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഏത് ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ആയി പോകരുത്. ഒരുപാട് ഫ്രൈ ആയി പോയാൽ ലഡുവിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോവും. അപ്പം നമ്മുടെ ഒരു സൈഡ് അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ പരുവമാണ് വേണ്ടത്. ഇനി നമുക്കിത് കോരി മാറ്റാം. കണ്ടോ, പുറത്ത് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഇനി ബാക്കിയിരിക്കുന്ന മാവ് കൂടി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളിതെല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പം നമുക്ക് വേറൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് പഞ്ചസാര അലിയിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്ലെയിം കുറച്ചാണ് വെച്ചിട്ടുള്ളത്. 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അത് അവിടെ ഇരുന്ന് അലിഞ്ഞ് വരട്ടെ. ഈ സമയത്ത് നമ്മൾ നേരത്തെ പരിപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അത് ഒരുപാട് തണുത്ത് പോകണ്ട. ഒരുപാട് തണുത്ത് പോയാൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് വരത്തില്ല. അപ്പം നമുക്ക് കുറച്ച് ചൂടാറുന്ന സമയത്ത് ഈ പഞ്ചസാരയിലേക്ക് ഈ സമയത്ത് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏലക്ക പൊടിയും ചേർക്കാം. ഞാനിപ്പോൾ ഏലക്ക തൊണ്ടോട് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക കൂടി ചേർത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് റെഡിയാകട്ടെ. ആ സമയത്ത് നമുക്ക് പരിപ്പ് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പരിപ്പെല്ലാം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാര അലിയിക്കാനായിട്ട് വെച്ച പാത്രം ചെറുതായിപ്പോയി. അപ്പം ഇതെല്ലാം കൂടി അതിൽ മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് പഞ്ചസാര ലായനി മാറ്റിയിട്ടുണ്ട്. ചെറിയ പാത്രമായതുകൊണ്ട് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പാത്രം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ പൊടി പഞ്ചസാര ലായനിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ആയാൽ ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കണം. ഒരുപാട് ഡ്രൈ ആയി പോയാൽ നമ്മൾ ലഡുവായിട്ട് ഉരുട്ടുന്ന സമയത്ത് പൊട്ടിപ്പോവുകയും ആ ഒരു റൗണ്ട് ഷേപ്പിന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. പഞ്ചസാര ലായനി കൂടുതലായി പോയാലും നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഇത് കറക്റ്റ് പാകമാണ്. ഇതിപ്പം നല്ലതുപോലെ ഒന്ന് മിക്സായൊക്കെ വന്നിട്ടുണ്ട്.
നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. പഞ്ചസാര ലായനി എല്ലായിടത്തും മിക്സായി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ചൂട് മാറിയിട്ടുണ്ട്. നമുക്കിനി ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാം. ഒരുപാട് ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കണം. കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു ചൂടിൽ നമ്മൾ ലഡുവായിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കണം. മറ്റത് തണുത്ത് പോയാലും ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. കറക്റ്റ് ഷേപ്പായിട്ടൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും ലഡുവായിട്ട് ഒപ്പിച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ബാക്കിയിരിക്കുന്നത് ഫുള്ളും ലഡുവായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു മുന്തിരിങ്ങര ഉണ്ടായിരുന്നു, അതുകൂടി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വച്ചിട്ടുണ്ട്. കുറച്ച് മുന്തിരി ഇരുന്നേനെ ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റും സിമ്പിളും ആയിട്ടുള്ള നമ്മുടെ പരിപ്പ് ലഡു റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബൈ.